ഇത് നമ്മൾ വായിക്കേണ്ടത് ഇലാ സവാഇ സിറാത്തി എന്നാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട്, വഖഫ് ആയതുകൊണ്ട് സുക്കൂനിൽ ഈ ത്വ എന്നുള്ള ത്വന്ന് നിർത്തും. ഫുൾ സ്റ്റോപ്പ് വഖഫ് ആയതുകൊണ്ട് സുക്കൂനിൽ വഖഫ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, നിർത്തി പറയും. അന്നേരം വായിക്കേണ്ടത് ഇത് ഫുൾ സ്റ്റോപ്പിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ്. ആയത്ത്, ഖുർആൻ ആയത്തിൻ്റെ അവസാനം ഇങ്ങനെ വലിയ പൂജ്യം എഴുതിയേക്കും. ഇതിൻ്റെ അർത്ഥം ഇത് ഫുൾ സ്റ്റോപ്പ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇവിടെ സുക്കൂനിൽ നിർത്തും, അതിനുവേണ്ടിയായി പൂജ്യം കൊടുത്തേക്കുന്നത്. ഇലാ സവാഇ സിറാത്ത്, ഇലാ സവാഇ, ഇത് മദ്ദാണ്. ഈ അലിഫിനെ ഇച്ചിരി കുറച്ച് നീട്ടി പറയും. ഇലാ സവാഇ സിറാത്ത്, ഇലാ സവാഇ സിറാത്ത്. അടുത്തത് മിൻ സൂഇൽ അദാബി, മിൻ സൂഇൽ അദാബി. കണ്ടോ, സീനിൻ്റെ മുകളിൽ മദ്ദുണ്ട്. ഇതാണ് മദ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മദ്ദിൻ്റെ ഉപയോഗം എന്താണ്. ഈ സീനിനെ സ സ സ സ സ സ സ സ എന്നിങ്ങനെ നീട്ടി ആവർത്തിച്ച് വായിക്കുമ്പോൾ ഉള്ള സമയമെടുത്ത് നീട്ടി വായിക്കും. അന്നേരം മിൻ മിൻ സൂ ഇ ഉണ്ടാവും. ഇത്രയും നീട്ടിയത് ഇവിടെ സീനിൻ്റെ മുകളിൽ മദ്ദുള്ളതുകൊണ്ടാണ്. മിൻ സൂ ഇ. ഇനി ചേർത്ത് വായിക്കുക. മിൻ സൂ ഇൽ അദാബി, മിൻ സൂഇൽ അദാബി, ഇലാ സവാഇ സിറാത്ത്. ഉണ്ടോ, ഇലാ സവാഇ, ഇവിടെ വാ മദ്ദുണ്ട്, അതാണ് ഇത്രയും നീട്ടിയത്. ഇലാ സവാഇ സിറാത്ത്, മിൻ സൂഇൽ അദാബി, മിൻ സൂഇൽ അദാബി, മിൻ സൂ ഇവിടെ മദ്ദുണ്ട്. മിൻ സൂഇൽ അദാബി, ഇലാ സവാഇ സിറാത്ത്, മിൻ സൂഇൽ അദാബി.